ഹബീബിൻ്റെ ജനനം നമ്മുടെ ഒരാളിൻ്റെ ജനനം പോലെയല്ല, ഹബീബിൻ്റെ മരണം നമ്മുടെ മരണം പോലെയുമല്ല. ഹയാതി ഖൈറുൽ ലക്കും, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. വമമാതി ഖൈറുൽ ലക്കും, എൻ്റെ മരണം നിങ്ങൾക്ക് ഖൈറാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഫഉശർരിഉ ലക്കുമുശ് ശറാഇ, ദീനിൻ്റെ നിയമങ്ങൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരും. എന്നാൽ ഞാൻ മരണപ്പെട്ടു പോയി മണ്ണിനുള്ളിലേക്ക് ചെന്നു പോയാൽ എല്ലാം തീർന്നു എന്ന് മനസ്സിലാക്കല്ലേ. തുഅറദു അലയ്യ അഅമാലുക്കും, എൻ്റെ അനുയായികൾ എന്ന് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ അനുയായികൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എനിക്ക് അല്ലാഹു കാണിച്ചു തരുന്നുണ്ട്. ഞാൻ മരണപ്പെട്ടു പോയാൽ അതിൽ ഞാൻ കാണുന്ന നന്മകൾ കാണുമ്പോൾ ഹമിദുല്ലാഹ്, അൽഹംദുലില്ലാഹ്. മഞ്ഞപ്പാറയിലെ എൻ്റെ ഉമ്മത്തികൾ നന്മയാണല്ലോ ചെയ്യുന്നത്, അവിടെ നല്ലതാണല്ലോ ആളുകൾ കേൾക്കുന്നത്, അവർ നന്മയാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ സ്തുതി പറയും നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മുഅ്മിനീങ്ങളാണോ? ഈ സദസ്സ് ഹബീബിനെ കാണിക്കപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാ. ഈ സദസ്സ് മദീനയിലിരുന്നു കൊണ്ട് ഹബീബിനെ അറിയാൻ കഴിയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ ഇൽമ് നബി തങ്ങൾക്കുണ്ട് എന്നല്ല പറഞ്ഞതിനർത്ഥം. അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ പോലെ ഒരാളുമില്ല. അപ്പോഴല്ലേ ഇസ്ലാം തന്നെ ശരിയാവുള്ളൂ. നബി തങ്ങൾ റഊഫാണ്, റഹീമാണ്. അള്ളാഹു റഊഫ് റഹീമാ. പക്ഷെ അള്ളാഹിൻ്റെ റഊഫത്ത് റഹ്മത്ത് പോലെയല്ല ഹബീബിൻ്റെ റഊഫത്തും റഹ്മത്തും. വ്യത്യാസമുണ്ട്, പക്ഷേ ആ വിശേഷണം ഹബീബിന് നൽകപ്പെട്ടിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.